എന്റെ അനിയത്തിയാ അവള്. 2 ദിവസം ഞാൻ അങ്ങനെ മുരങ്ങി കേൾപ്പിച്ചില്ല, തന്നെ ഏറ്റു പോയി. 1 മാസം ആയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഈ സ്ട്രോക്ക് ഉണ്ടായത്. ധാരമാനാമേ ധാരുടെ മകനാ? ആരുടെ മകനാണ്? ആ അത് ഏതാണ്? അത് അതൊക്കെ അന്നത്തെ ഉള്ളവർക്ക് അറിയത്തുള്ളൂ. അന്നുള്ളവർക്ക് അറിയത്തുള്ളൂ. ആയിട്ടില്ല. ഇല്ലേ? അതൊക്കെ തന്നെ ഭർത്താലും വിട്ട് പിന്നെ മറന്നു പോകും. നമ്മുടെ അനിയത്തിയുടെ മകനല്ലേ? കുട്ടിപ്പെണ്ണെ അറിയല്ലോ. കുട്ടിപ്പെണ്ണിനെ അറിയല്ലേ? കുട്ടിപ്പെണ്ണിനെ അറിയല്ലെന്ന്. കുട്ടിപ്പെണ്ണിനെ അറിയല്ലേ? കുട്ടീനെ അറിയല്ലേ? കുട്ടീനെ ആ ഇപ്പം പറഞ്ഞില്ലായിരുന്നോ? ഏത് കുട്ടീനെ? അമ്മ തന്നെ പറഞ്ഞ അനിയത്തിയുടെ മകൻ കുട്ടിപ്പെണ്ണാണോന്ന് ചോദിച്ചാ. അനിയത്തിയുടെ മകനെ അനിയത്തിനെ അറിയല്ലേ? അനിയത്തി ഇവിടെയുള്ള അനിയത്തിനെ അറിയല്ലേ? ചായരത്തൊണ്ടത്തില്ലേ? ചായരത്തൊണ്ടല്ലേ? കുട്ടിപ്പെണ്ണ. അപ്പൊ അവള് എന്റെ അനിയത്തിയല്ലേ? അറിയല്ലെന്നാ ചോദിച്ചേ. അവളുടെ മകനാ. അവളുടെ മകൻ രാജു ഇല്ലേ? രാജു, കുട്ടിപ്പെണ്ണിന്റെ മകൻ രാജു ഇല്ലേ? കുട്ടിപ്പെണ്ണിനെ മകൻ രാജു. പിന്നെ അവിടെ ആളുണ്ടോ? രാജു രാജു കുട്ടിപ്പെണ്ണിന്റെ മകൻ രാജു. അവിടെ ഒത്തിരി 4-5 മക്കളില്ല. അവര് 5 പേരുണ്ടോ? 3 പേരല്ലേ ഉള്ളോ? 3 ആണോ വേണോ? ഒരാണും 2 പെണ്ണും. ആണോ? അത്രയും പോലെ മതി. പേരെന്നാ? ആണിന്റെ പേര് ഓർക്കുന്നില്ലേ? ആണിന്റെ പേര് ഓർക്കുന്നില്ലേന്ന്? ആര്? ആണിന്റെ പേരേ കുട്ടിപ്പെണ്ണിന്റെ മൂത്ത മകനല്ലേ മൂത്തത്? ആടിന്റെ പേരോ? ആണ് ഒരാണും 2 പെണ്ണെന്ന് പറഞ്ഞില്ലേ? അതാണ് ഈ കൂടുതലും. പല ഭാഗത്തോട്ടും രാജുവാ രാജു. ചാരുത്തുണ്ടത്തിലെ രാജു. ഇത് ചാരുത്തുണ്ടത്തിലെ രാജു ആന്നേ ഈ നിക്കുന്ന. ചതുരത്തുണ്ടത്തിലേ രാജുവായി നിക്കുന്ന. അതിനൊന്നുമില്ല, അമ്മക്ക് മനസ്സിലായില്ലാത്തോണ്ട് പറഞ്ഞതാ. അതെ അതെ. പരിചയം മാത്രമല്ലേ ആണോ ഉള്ളേ? പരിചയം മാത്രമേ ഉള്ളോ? ഞങ്ങളെയൊക്കെ ചെറുപ്പം മുതൽ അവരൊക്കെ ആയിട്ട് പരിചയം മാത്രമേ ഉള്ളൂ. ബന്ധമൊന്നുമില്ല. ബന്ധമൊന്നുമില്ലേ? അവിടെയായിട്ട് ബന്ധമൊന്നുമില്ലേന്ന്? ബന്ധമൊന്നുമില്ലെന്ന് ഒട്ടും കേൾക്കാറില്ലേ? ബന്ധമൊന്നുമില്ലെന്ന് പിള്ളേരോ? ബന്ധമില്ലേന്ന്, അമ്മയായിട്ടേ ബന്ധമില്ലേന്ന്. ചേട്ടനീത്തി. അതാ ചോദിച്ചേ. എന്റെ അനീത്തിയാ അവള്. അതിന്റെ മകനാന്നാ പറഞ്ഞത്. അതിന്റെ മകനാന്നാ പറഞ്ഞത്. അതിനല്ല അറിയില്ല. മക്കളാ കൂടുതലും കാണണം. പിന്നെ പ്രായമായി വരുമ്പം ഓള് നോക്കാനും അന്വേഷിക്കാനും അവരെ അന്വേഷിക്കണം. ഇതൊക്കെ ചെയ്യണം. ഒന്നങ്ങനെ പണ്ടനാലെ പോലെ കിടക്കണം. ബാക്കിയുള്ളവരുടെ ചെറുപ്പം പോലെ അങ്ങനെയാ. സ്വന്തം മക്കളൊന്നും നോക്കിയല്ലേ? സ്വന്തം മക്കളൊന്നും ഇല്ല. സ്വന്തം മക്കൾ അന്നുണ്ടോ? അന്ന് ചെറുപ്പല്ലേ? ചെറുപ്പമുള്ള കൊച്ചു പിള്ളേരായില്ല. 1-2 ആളുകൾ. അന്നൊക്കെ മറ്റുള്ളവർക്ക് കഴിവാത്ത പ്രായമാകും. അതല്ലേ? അന്നധികം പ്രായമാകാത്തോണ്ട് ചേർത്തിനീത്തിമാര് മക്കളാ നോക്കിയെന്നാ പറഞ്ഞേ അല്ലേ? അമ്മയുടെ ചേർത്തിനീത്തിമാര് മക്കൾ നോക്കിയെന്നായിരിക്കും പറഞ്ഞത്. അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. പഴയ അന്നത്തെ കാലത്ത് ഇവർക്ക് അപ്പനമ്മൊക്കെ മരിച്ചു പോയി കഴിഞ്ഞപ്പോഴത്തോളം കാര്യമായിരിക്കും പറയണല്ലോ. ഇവിടെ ആൾക്കാർ കുറവാണോ? നിങ്ങളുടെ അവിടെ അവിടെ ഇത് ചെയ്യുന്നിടത്ത് ഇവിടെയോ? ഇവിടെ ആൾക്കാരുണ്ടോ? പണിക്കാരാണോ? പണിക്കാരാണോ ചോദിച്ചേ? പഠിക്കാനോ? പഠിക്കാനുണ്ടോ എനിക്ക് അറിയത്തില്ല. ഞാനതുങ്ങളെ കണ്ടില്ല. പഠിക്കാനുണ്ടെന്നാ ജോമോ പറഞ്ഞു. എപ്പം? ഞങ്ങളുടെ ജോബ്. നീ പറഞ്ഞില്ലേ ഇന്നലെ? ഞാനോ? ഇന്ന് രാവിലെ ഞാൻ എന്നാ ഉണ്ടെന്ന് പറഞ്ഞു.
എന്നാ ഉണ്ടെന്ന് പറഞ്ഞ്? എന്നാ എന്നാ ഉണ്ടെന്നാ പറഞ്ഞേ? ഇന്നല്ല ഇന്ന് കാലത്തെ പറഞ്ഞല്ലേ പണിക്കാരുടെ കാര്യം. എവിടെ പണിക്കാരുണ്ടെന്ന്? പണിക്കാരുണ്ടോ? കടയിൽ പണിക്കാരുണ്ടെന്നാ എനിക്ക് പറഞ്ഞത്. ബാബുവിൻ്റെ അട്ടിയിലെ പണിക്കാരുടെ കാര്യമാണോ ചോദിച്ചേ? ബാബുവിൻ്റെ അട്ടിയിലെ പണിക്കാരുടെ കാര്യമാണോ ചോദിച്ചേ പറഞ്ഞത്? എന്നാ ആരെ പിടിക്കണ്ടേ? ബാബുവിൻ്റെ ബാബു അതൊന്നുമില്ല, അതൊന്നും ഓർമ്മയില്ല. ബാബുവിൻ്റെ അട്ടിയിലെ പണിക്കാരുടെ കാര്യമാണോ ചോദിച്ചേ? കൊണ്ടുക്കലായാലും ബാബുവിൻ്റെ അട്ടിയില്ലേ, കൊപ്രാട്ടി? അതൊന്നും നീ പറയുന്നത് രോമൻ പറയുന്നത് തിരിയല്ല. അത് തിരിഞ്ഞില്ല. എന്നതാ കൂടുതലുള്ളവർ പറഞ്ഞാലേ തിരിയോ. നമ്മള് കൂടത്തിലില്ല. ഇല്ലെന്ന് നിങ്ങൾ പോവല്ലേ, രാവിലെ പോകുന്ന വൈകിട്ട് വരും. കൂടത്തിലുണ്ടോ? നമ്മളെല്ലാരും പുറത്താ. പട്ടിയിലെ പണിക്കാരുടെ കാര്യമല്ലേ ചോദിക്കുന്നത്? അവിടെ അട്ടിയുണ്ടല്ലോ. ആ, നേരത്തെ അട്ടിയെ പണിക്കാരുണ്ടായിരുന്നല്ലോ. നിർബന്ധിച്ച് പറയാൻ പറയും ജോലിയോ ഇല്ല. പിന്നെ ആര് എന്നതാ അത്യാവശ്യമുള്ള കാര്യം മാത്രം. എന്തോ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അലമ്പ. ആര്? ഒന്നും നടക്കുകയില്ല. ആരാ അലമ്പുണ്ടാക്കണേ? നിങ്ങൾ പഞ്ചായത്ത് പറഞ്ഞൊരു ഓരോന്നും മാറി മാറി പറയേ. അവരോട് പറയുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. അങ്ങനെയായിരുന്നു. അതുകൊണ്ടൊന്നും പറയുന്നില്ല. കൊച്ചു സൈക്കിൾ വലിയ സൈക്കിൾ ഓടിച്ചോണ്ട്. പിള്ളേര് സൈക്കിൾ ഓടിക്കണ്ടേ? പിള്ളേര് പിന്നെ സൈക്കിൾ ഓടിച്ച് ഓടിക്കണ്ടേ? എന്നാ ഉണ്ട് 10 വയസ്സ് കാണും. അത് മതി. ശ്രീരാമപുരം പള്ളിയിൽ അങ്ങോട്ടാ പോണേ. ആണോ? എന്നാ പള്ളിയിൽ പോവായിരിക്കും. പള്ളി വല്ല വൈകുന്നേരം പരിപാടി കാണുമായിരിക്കും. അവിടെ അത് നേർച്ചയൊക്കെ അവിടെ കഴിയുന്നതായിരിക്കും. നേർച്ചയൊക്കെ ഇനീനാ നേർച്ചയിരിക്കുന്നത്. നേർച്ചയൊക്കെ നടത്തണേ. ഇപ്പൊ നേർച്ചയൊന്നുമില്ല. നോയമ്പ് കഴിഞ്ഞില്ലേ? നേർച്ച നേർച്ചയൊന്നും ഇല്ലെന്നേ പള്ളിയിൽ. അല്ല പൈസയായിട്ട് മാത്രം. പൈസ കൊടുക്കാൻ പോയായിരിക്കും അല്ലേ? അമ്മ നേർച്ച ഇടാൻ പോകുമായിരുന്നല്ലോ എല്ലാ വൈകുന്നേരവും. ഒരു തിരികെ നേർച്ചെടിയിലും ഉണ്ടായിരുന്നല്ലോ. അവിടെ പോയി വർത്താനൊക്കെ പറഞ്ഞിട്ട് പോലും വഴിയെ പോകുന്നവരോട് അവിടെ ചേർത്തിയിരിക്കില്ല. ചേർത്തി ആ നടയെ കാണും വാതക്കില്. എന്നിട്ട് ചേർത്തിയോട് കുറെ വർത്താനൊക്കെ പറഞ്ഞ്. വലിയ കാരണമല്ലോ അതൊന്നും ഇവിടെ ഇല്ല. കുഞ്ഞുകുട്ടനാണോ? കുഞ്ഞുകുട്ടനാണോ? അതൊക്കെ പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ. ആശുപത്രിയിലാ? അല്ലല്ല, പള്ളിയിൽ പോയെന്നേ. പള്ളിയിലാ? പള്ളിയിൽ പോയിട്ട് കൈ വരട്ടെ. പ്രായതവർക്ക് വയ്യ വന്നോ വരും. ഇനി വരവൊന്നുമില്ല. സമയത്ത് വൈകുന്നേരമൊക്കെ പോട്ടെ. പള്ളിയിൽ പോകുന്നതിന് കുഴപ്പമില്ല. കുർബാനയൊക്കെ കണ്ടേച്ചും പോരാ. നല്ല കാര്യം. അമ്മ പള്ളിയിൽ പോകണ്ടോ? അമ്മ പള്ളിയിൽ പോകണ്ടോ? ഞാനോ? ഞാനൊക്കെ സന്ധ്യ പള്ളിയിൽ പോയി. പകല് പോകണ്ടേ? ഞങ്ങൾക്ക് അത്ര അടുത്തുണ്ടായിട്ട് പോകുന്നു. ഞങ്ങൾ സന്ധ്യയായി പോയില്ല. സന്ധ്യയാകുമ്പോഴല്ലേ? രാവിലെ 4 മണിയാകുമ്പോൾ പോകും. രാവിലെ പോകണം. അവിടെ ചെന്ന് പള്ളിയിലെ അവിടുത്തെ നേർച്ച വഴിപാടും കാര്യം എന്താ. ഞങ്ങൾ 6 മണിയാകുമ്പോൾ വീട്ടിൽ കിടക്കാം. കിടക്കാം. ഞാൻ പോയി രോഗിയായി കിടക്കണ്ട. ഇല്ല. അയ്യോ, സമയമില്ലല്ലോ. പകലല്ലേ? പിന്നെ ഇപ്പം എന്തിനാ കിടക്കുന്നേ? പകലല്ലേ? വേണ്ട, നല്ല വെളിച്ചല്ലേ പുറത്ത്. ജോമോനെ വിളിച്ചോണ്ട് പോ. ജോമോൻ ഉറക്കം കുറവാ. ഉറക്കം ഇല്ലാത്ത ആളാ. വിളിച്ചോണ്ട് പോകും. അല്ലെ കൊച്ചുമോനെ വയസ്സിൽ ഇപ്പൊ ഉറക്കം ഇല്ലാണ്ടായി. ഇവരെയൊക്കെ വിളിച്ചോണ്ട് പോകും. ഇവിടെ കിടക്കണം ആരെങ്കിലും. ഞാൻ കിടക്കണതേ അതുപോലെ തുടങ്ങിയതല്ലേ. പകല് വിളിക്കുമല്ലേ എന്നെ കിടക്കാൻ വരാൻ പറഞ്ഞ്. ഞാൻ ഏറ്റു പോരുന്ന അമ്മയ്ക്ക് അപ്പം അറിയാം. തന്നെ ഇപ്പൊ കിടക്കല്ലോ കേട്ടോ. അന്ന് കൂട്ട് കിടന്നായിരുന്നേ. ഇത് എവിടെയാന്നൊക്കെ ആൾക്കറിയാം കിടക്കുന്നത്. എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ കൊണ്ടേ ആക്കണം. പക്ഷെ എനിക്ക് ഒരു ദിവസം ഞാനിങ്ങനെ പോയില്ല. ആള് കയറി പോകും. ഇന്നടുത്ത കിടക്കണെന്ന് വിളിക്കറിയാം. അത് ആള് കൂടെ എപ്പോഴും ഉണ്ടാവുമോ എന്നുള്ളൊരു. ടോയ്ലറ്റ് വൈകിട്ട് പോകാൻ നേരത്തില്ല അറിയത്തില്ലെങ്കിൽ ലൈറ്റ് ഇല്ല എങ്കിൽ അവിടെ ഏറ്റിരുന്നിട്ട് ഇങ്ങനെ ഒരു സൗണ്ട് കേൾപ്പിക്കും. മുരുങ്ങുന്ന പോലെ സൗണ്ട് കേട്ട് കഴിയുമ്പോ ഞാൻ ഏക്കും. അന്നേരം മൂത്രം ഒഴിക്കണം എന്ന് പറയും. അന്നേരം കൊണ്ടേ ആക്കും. ലൈറ്റ് ഉണ്ടാ തന്നെ AC-യുടെ വെട്ടം ഉണ്ടെങ്കിലും ആള് പതുക്കെ പൊക്കോളും. AC ഇപ്പൊ ഓണാക്കുന്നുണ്ടല്ലോ.
അപ്പൊ 2 ദിവസം ഞാൻ അങ്ങനെ മുരങ്ങി കേൾപ്പിച്ചില്ല, തന്നെ ഏറ്റു പോയി ഞാൻ കണ്ടു. കിടക്കാൻ പോകും. കിടക്കാൻ പോകും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേര് വരും, എന്നിട്ട് പോയി കിടക്കും. അങ്ങനെയൊക്കെയാ അവിടെ ഇരുന്ന് കൊന്തയില്ല. രാത്രിയിൽ ഭയങ്കര പ്രാർത്ഥന. ഒരു വെളുപ്പിന് ഒരു 3 മണി 2 മണിയൊക്കെ ആകുമ്പോ നിർത്തിയല്ല, ഒരു ലുത്തിനെ തന്നെ മണിക്കൂറുകളോളം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് ഭയങ്കര ഒച്ചയില്, ഒച്ചയൊക്കെ വേറെ ആവും, ഇല്ലാണ്ടാവും, ഒച്ച ഇല്ലാണ്ടാവും. അവസാനം പറഞ്ഞാലോ വഴക്കോ ഇത് പറഞ്ഞാലോ ഒന്നും ശ്രദ്ധിക്കത്തില്ല. പ്രാർത്ഥനയുടെ ചരിത്രത്തോട് പോയാൽ പിന്നെ ഭയങ്കര ഇതാ പ്രാർത്ഥന തന്നെയായിരിക്കും. നമ്മള് വേറെ എവിടെയെങ്കിലും പോയി കിടക്കാന്നുള്ളത് എനിക്ക് അവിടെ കിടന്ന് ശീലിച്ചിട്ട് വേറെ എവിടെ പോയി കിടന്നാലും ഉറപ്പവും പറ്റില്ല. പിന്നെ രാവിലെ ഞാൻ ഏറ്റു വരുമ്പോ എന്റെ പുറകെ ഏറ്റു പോരും. ഒന്ന് ഞാൻ അടുക്കളയിലാന്ന് കണ്ടു കഴിയുമ്പോ അങ്ങ് പോവാണ് അവിടെ പോയി. എല്ലാ വഴിയൊക്കെ ഒന്ന് പോയി നോക്കും ആരൊക്കെ ഉണ്ടെന്നൊക്കെ. ഇത് തിന്നാൻ വെച്ചിരിക്കുന്നതാ, കൊണ്ടുപോകാനായിട്ട് കൊണ്ടുവന്നതാ. ചക്ക വറുത്തത് അതെടുത്ത് കടിച്ചിട്ട് പറഞ്ഞത് പൊട്ടുന്നില്ലല്ലോ, ഭയങ്കര കടുപ്പം കൂടി പോയി. ഇവിടുന്ന് കൊടുത്തതാണ്, അവിടെ ചക്കയില്ലാന്ന് ഉറക്കാൻ. അപ്പൊ അതിന്റെ മടലും എടുത്തോണ്ട് വന്നത് തന്നു. പല്ലില്ലെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കടിച്ചു പൊട്ടി. ഞാൻ പൊട്ടിച്ചിട്ട് എന്റെ അവിടെ പല്ലിന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അമ്മയ്ക്ക് ഒരു പല്ലിന് കേടുവന്ന് ഞങ്ങള് ഇത് പിന്നെ മാറിക്കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് ഈ സ്ട്രോക്ക് ഉണ്ടാകുന്നത്. മിനിമം അത് കഴിഞ്ഞപ്പോഴാണ് ഈ സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഒരു കുഴപ്പമില്ലായിരുന്നു. ആ അമ്മക്ക് ഇട്ടില്ല പല്ല്. അല്ല അമ്മ പിന്നെ മറ്റേ പൽപ്പൊടി അവിടെ പോയി നോക്കി. ബിബീനയുടെ മുറിയാ, അവിടെ ആരെയും കണ്ടത് ഞാൻ കിടക്കുന്നിടത്താ ഞാൻ കിടക്കാൻ പോകുന്നില്ല. അപ്പൊ മനസ്സിലായില്ലേ, അറിയാന്നേ, കൊറേയൊക്കെ അറിയാം. നമ്മളെ പറ്റിക്കും ഇട്ട്. എലിക്കുട്ടിയമ്മ എവിടെയാ കിടക്കണേ? എലിക്കുട്ടിയമ്മ കിടക്കുന്നത് എവിടെയാ? എലിക്കുട്ടിയമ്മ കിടക്കുന്നത് എവിടെയാ? ഏത് മുറിയിലാ? ഏത് മുറിയിലാ കിടക്കണേന്ന്? കിടക്കുന്നത് ആ എവിടെ? ഈ മുറിയിലാണോ? ഇതിലോ? വാ എന്നാ കയറി കിടന്നോ. ആണോ? എന്നാ അങ്ങോട്ട് പോണേ എത്തിനാ? എന്നാ പിന്നെ എന്തിനാ അങ്ങോട്ട് പോണേ? എവിടെയാണോ? അവിടെയാണോ? എന്നെ അനീതിയുടെ മകനെ കൂടെ കിടത്തി വെച്ചാലോ? എന്നേ അനീതിയുടെ മകനെ കൂടെ കിടത്തി വെച്ചാലോ? ഈ കെട്ടിലെ കിടത്തി വെച്ചാലോ? അനീതിയുടെ മകനെ, കുട്ടിപ്പെണ്ണിന്റെ മകനെ ഇവിടെ ഈ കെട്ടിലെ കിടത്തി വെച്ചാലോ? ഒന്ന് കുട്ടിപ്പെണ്ണിന്റെ മകനെ രാജുവിനെ, രാജേട്ടാനെ കൂടെ ഈ കെട്ടിലോട്ട് കിടത്തി വെച്ചാലോ? എന്നെ കിടത്താലോന്ന് പറഞ്ഞു. ഞാനും കൂടി ഇവിടെ കിടന്നോട്ടെന്നാ ചോദിച്ചേ. ആ കെട്ടിലെ കിടത്തണ ആരെയാ പറഞ്ഞേ? നേ കെട്ടില്ലേ? ഇപ്പുറത്ത് കിടക്കുന്ന കെട്ടിലില്ലേ? ആ കെട്ടിലില്ലേ? ഈ കെട്ടില് ആ അവിടെ കിടത്തിയേക്കാം. കിടക്കാനുള്ളവർ കിടക്കുന്നത് ഒരു മനുഷ്യൻ ഒരു സ്ഥലത്തല്ല കിടക്കും. എത്ര സ്ഥലത്ത് കിടന്നാൽ അവസാനം തീരുന്നു. അത് ശരി. അത് ശരിയാ. അത് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ? നമുക്ക് ആരും വന്ന് അങ്ങനെ അവിടെ ഇരിക്കുന്ന കിടക്കുന്നൊന്നും നമുക്ക് അത്ര ഇഷ്ടമല്ല. കൂടുതൽ എന്നാലും കുഞ്ഞമ്മ വന്നിരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം കുഞ്ഞമ്മോട് ഇരുട്ടിന്ന് ചീറ്റപ്പെട്ട് വന്നിട്ട് സ്വഭാവം മാറും. ആളിവിടെ സ്റ്റഡി ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. പ്രശ്നമാണ്. കുഞ്ഞമ്മ വന്നിട്ട് അതുപോലെ തന്നെയായിരുന്നു. പിന്നെ അത് ഭയങ്കര ബഹളായിരുന്നു. അവർക്ക് ഭയങ്കര വിഷമാണ്. നമുക്ക് ഇങ്ങനെയാന്നുള്ളവർ നമുക്കല്ലേ അറിയത്തുള്ളൂ. അറിയത്തില്ല അത് പറയുന്നല്ലേ. പിന്നെ പറഞ്ഞ അറിഞ്ഞു വന്നപ്പോഴത്തേനും പിന്നെ കുഴപ്പമില്ലായിരുന്നു. അല്ലത് പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേനെ അവർക്ക് വരുന്നവർക്ക് എല്ലാവരും പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല. അത് പോയാൽ നോക്കണം. എത്ര പ്രാവശ്യം എല്ലാവരും നോക്കി നിൽക്കണേ. എന്തായാലും കിടക്കാനുള്ളവരൊക്കെ ഓരോന്ന് ചെയ്തേച്ച് കിടക്കാമോ? ഞങ്ങൾക്ക് കിടക്കാൻ സമയമായില്ല. ഞങ്ങൾക്ക് കിടക്കാൻ സമയമായില്ല.
സമയമായില്ലേ? ഇല്ല ഇല്ല. എന്നാ കുത്തിയിട്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ഏലിക്കുട്ടിക്കേ പറ്റുള്ളൂ. കൊന്തെത്തി എന്നാ കൊന്തെത്തിക്കാനേ കൊന്ത എത്തിക്കാൻ ഇപ്പോൾ സമയം ഏലിക്കുട്ടിക്കേ ഉള്ളൂ, ഞങ്ങൾക്ക് സമയമില്ല. ആ ഞങ്ങൾക്ക് ഒത്തിരി പരിപാടികളുണ്ട്. കൊന്ത എത്തിക്കാനുള്ള സമയമല്ല, കൊന്ത എത്തിക്കാൻ സമയമുള്ള ഏലിക്കുട്ടിയമ്മയാണ്. ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മതി. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതിയോ? ഇപ്പം എല്ലാ ബലാപത്തോടും മാറി. ആണോ? ആ അത് ഏലിക്കുട്ടിയമ്മ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. വിശ്വാസത്തോട് കൊടുത്തേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഏലിക്കുട്ടിയമ്മ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്നാ അത് മതിയല്ലോ. ഒരാൾ വന്നു കഴിഞ്ഞാൽ പറയണൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഓർമ്മക്കുറവുണ്ടെന്നൊന്നും പറയത്തില്ല. ചിലർ നിന്ന് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. 10 മിനിറ്റ് കഴിയുമ്പോൾ പറയാം, പിന്നെ പിന്നെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒത്തിരി റിപ്പീറ്റേഷൻ കുറഞ്ഞു. പണ്ട് വന്ന് ഇന്നലെ ആരണ്ട് വന്നപ്പം ആ ചേച്ചി വന്നപ്പോൾ ചോദിച്ചല്ലേ വീട് എവിടെയാന്ന് ചോദിച്ചുള്ളൂ. മറ്റേത് എവിടെയെന്ന് ചോദിച്ചാൽ ചാച്ചനും അമ്മയുണ്ടോ? മനസ്സിലായല്ലോ. ആ അത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതങ്ങ് മാറി. കഴിഞ്ഞപ്പോൾ പിന്നെ ചിന്ത വേറെ ചിന്തയായി. നേരത്തെ വഴിയെ കൂടെ ആരെങ്കിലും പോകണ്ടോ? അതെപ്പോഴും അങ്ങോട്ടാണ് ശ്രദ്ധ കൂടുതൽ. മറ്റേന്ന് പറഞ്ഞാൽ വരുന്ന ആളോട് ചാച്ചനുണ്ടോ അമ്മയുണ്ടോ ചോദിച്ചു കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പോൾ അതൊക്കെ അങ്ങ് മാറി. ഇപ്പോൾ ഇന്നാൾ വന്ന് ചേച്ചിയോട് ചോദിച്ചത് ഇതാണ് മറ്റേ വീട് എവിടെ താമസിക്കുന്ന എവിടെ, അതും ചോദിക്കുന്ന എവിടെ താമസിക്കുന്ന വീട് അത് മാത്രം റിപ്പീറ്റേഷൻ ചെയ്തുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒത്തിരി നമ്മുടെ അങ്ങനെ റിപ്പീറ്റേഷൻസ് ഒത്തിരി മാറിയിട്ടുണ്ട്. പണ്ടത്തൊക്കെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഏലിക്കുട്ടിയമ്മ പ്രാർത്ഥിക്കുവാണോ നോക്കിയതാ? ഏലിക്കുട്ടിയമ്മ പ്രാർത്ഥിക്കുവാണോ നോക്കിയതാ? ആ പ്രാർത്ഥിക്കുവാണോന്നേ ഏലിക്കുട്ടിയമ്മ പ്രാർത്ഥിക്കുവാണോ നോക്കിയതാ കൊന്തയിലുവാണോന്ന്? ആ ആ ഏലിക്കുട്ടിയമ്മ ചെല്ലിയാലേ ശരിയാവുള്ളൂ. കൊന്ത എന്തിയേ? കൊന്ത എന്തിയേ? കൊന്ത കണ്ടില്ലല്ലോ. വീട്ടിലാണോ? ആ കഴുത്തലുണ്ടോ? ആ കഴുത്തിപ്പോൾ ഒരു കൊന്തേ ഉള്ളോ? ബാക്കിയുള്ളൊക്കെ എന്തി? ആ ആണോ? ആ അതുകൊണ്ട് ഒരു കൊന്തേ ഉള്ളൂ ഇപ്പം, ബാക്കിയുള്ളതെല്ലാം പോയി. വീട്ടിൽ വെച്ചിട്ട് പോകുന്നതാ പറഞ്ഞേ. അവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളത് ചെയ്താൽ സമയത്ത് കിടക്കുകയും ചെയ്യുക. ഒരു കുഴപ്പമില്ല. ആണോ? അസുഖങ്ങളും ഇല്ല, ക്ഷീണവും ഇല്ല, നീ എന്നാ ചെയ്യാനുള്ളത്? ആരാദ്യം കിട്ടുമില്ല. നീ എന്നാ ചെയ്യാനുള്ളത്? ഇനി എന്നാ ചെയ്യാനുള്ളേ? എന്നതാ ചെയ്യാനുള്ളതെന്ന്? ചെയ്യാനുള്ളതേ ആ ഏതാണ്ടൊക്കെ ചെയ്യണ കാര്യം പറഞ്ഞായിരുന്നല്ലോ. എന്നാ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചേ. എലിക്കുട്ടമ്മയായിട്ട് ചെയ്യണ കാര്യം പറഞ്ഞില്ലേ? ആ എലിക്കുട്ടമ്മ ആ കിടക്കണത്. ആ അവർക്ക് ക്ഷീണമല്ലേ? ആ അവർക്ക് ക്ഷീണമല്ലേ? പിന്നെ അവർ കിടക്കും. ആരാ അവിടെ നിൽക്കുന്നേ? വൈകിട്ട് കൊന്തെത്തിക്കോ? കൊന്തെത്തിക്കാൻ പറ്റും. ആണോ? പിന്നെ പ്രാർത്ഥനയുണ്ട്. ആ വരും. ആരാ വരുന്നേ? ആൾക്കാർ വരുന്നേ പ്രാർത്ഥനയ്ക്ക്. ആ നമ്മുടെ കുടുംബ കൂട്ടായ്മ അല്ലേ? ആ വന്നും പോയി നിൽക്കുന്നവർ പ്രാർത്ഥിക്കാൻ വരുമെന്ന്. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞേച്ച് കൊന്തെത്തിയിലെല്ലാം കഴിഞ്ഞേച്ചാണ് പിന്നെ കിടക്കാനുള്ള ഒരുക്കം. ആ കൊടുക്കും പ്രാർത്ഥന കഴിയുമ്പോൾ. ആ അപ്പോൾ അവിടെ ഈ നിൽക്കുന്ന ആരാ? അവിടെ ഒരാൾ നിൽപ്പുണ്ടല്ലോ. ആ നിൽക്കുന്ന ആരാ? അവരൊക്കെ അങ്ങനെയുള്ളത് അങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നവരാ. പ്രാർത്ഥിക്കാൻ വന്നതാണോ? ആ എന്നാൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് വന്നതായിരിക്കും. എലിക്കുട്ടമ്മയുടെ പ്രാർത്ഥന കേട്ട് കൂടെ പ്രാർത്ഥിക്കാൻ വന്നതായിരിക്കും അല്ലേ? ആണോ? എന്നതാ ഇപ്പൊ പ്രാർത്ഥന ചെല്ലുന്ന സമയമല്ല. ചെല്ലുന്ന സമയമല്ല, ആയില്ല. ആ സന്ധ്യയായിട്ടല്ലേ നമ്മൾ പ്രാർത്ഥന ചെല്ലുന്നേ. ആ എലിക്കുട്ടമ്മ മൊത്തം ചെല്ലുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി. പിന്നെ നമ്മളെന്നെ അതിന് മാത്രം ചെല്ലുന്നതെന്ന് വെച്ചാ ആ എലിക്കുട്ടമ്മ കിടന്നോ? ആ കിടന്നോ എന്നാ
നോക്കിക്കുന്ന കാര്യം. ആ അതൊന്നും വേണ്ടെന്നേ. എലിക്കുട്ടമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കിടക്കാം, പ്രാർത്ഥിക്കാം, എന്നാ വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ആരും ചോദിക്കാനും പറയാനും ഇല്ല. അവരെ പ്രാർത്ഥിക്കുക, അവരെ കിടക്കുക. ആ അത്രേ ഉള്ളൂ. ആർക്കും ഒരു ശല്യം. ആ ഇല്ല, എലിക്കുട്ടിയമ്മയുടെ സൗകര്യം അനുസരിച്ച് എലിക്കുട്ടിയമ്മ ചെയ്യുക, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. കൊന്തയിലാമ്പ് വേണോ? കൊന്തയിലാമ്പ് വേണോ? കൊന്തയിലാമ്പ് വേണോ? അതെ ആണോ? അതെ. ഇപ്പം കിടക്കുന്നില്ലേ? പിന്നെ ഇത് ആ എന്നാ കൊന്തയിലിക്കോ. അവരോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആ മാതാവിനോട് പ്രാർത്ഥിച്ചില്ല കാര്യമില്ല. എന്നാ കൊന്തയിലിക്കോ. ആ വീട്ടിലുള്ളവരെല്ലാം വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്നവരൊക്കെ പ്രാർത്ഥിക്കണം. എന്തെങ്കിലും കുടുംബം രക്ഷപ്പെട്ടു. ആ ഒരറ്റോ പോലെ തൊട്ടത്തിന് അയ്യോ അത് അടുത്തുമല്ല, അവർ കേട്ടു അവർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അങ്ങനെ പോയോണ്ട് ഒരു ഫലവുമില്ല. ഒരു ഫലവുമില്ല. അതിനൊരു ഫലവും ഇല്ല, പ്രതിഫലവും ഇല്ല. പ്രതിഫലവുമില്ല. വിട്ടു പോയി എവിടെ വിട്ടു? നല്ല തോർത്താ, ഒരു കുഴപ്പമില്ല. നല്ല തോർത്താ അത്, എല്ലാം കുഴപ്പമില്ലാത്ത തോർത്താ. വിട്ടു പോകും. വിട്ടൊന്നും പോകാറായില്ല. പ്രാർത്ഥിക്കും കൊന്തയൊക്കെ ചെല്ലേ. ചെല്ലിക്കോ, എലിക്കുട്ടമ്മ ചെല്ലിക്കോ. ഞങ്ങൾക്ക് ചെല്ലാൻ സമയമായില്ല. ഞങ്ങൾ സന്ധ്യക്കേ ചെല്ലുള്ളൂ. സന്ധ്യ ആയിട്ടേ ചെല്ലുള്ളൂ. സന്ധ്യ ആയിട്ടേ ചെല്ലുള്ളൂ. ഇരുട്ടിയിട്ട് സന്ധ്യാപ്രാർത്ഥനയല്ലേ ചെല്ലുന്നേ? കൊന്ത സന്ധ്യയാകും. കൊന്ത ചെല്ലും. എത്ര മണിക്കാണ്? ആ ഇത് 7 മണി 8 മണിക്കൊക്കെ ആവും ചെല്ലുമ്പോൾ. കുർബാനയ്ക്കാണ്. കുർബാന ഇപ്പം രാവിലെ അല്ലേ? കുർബാന രാവിലെ അല്ലേ? രാവിലെ ഒന്നുമല്ല. ആ പിന്നെ എപ്പോഴാ? വൈകുന്നേരം കിടക്കാറാൻ പോകും. വൈകുന്നേരം കിടക്കാറാകുമ്പോരാ കുർബാന ചെല്ലുന്നേ? കുർബാനയുണ്ട്. വൈകുന്നേരം കിടക്കാറാകുമ്പോൾ കുർബാനയൊന്നും ചെല്ലിയല്ല. വൈകുന്നേരം കിടക്കാറാകുമ്പോൾ ആരും കുർബാനയൊന്നും ചെല്ലിയല്ല. അതെല്ലാവരും കാണും. എവിടുന്ന് കാണാൻ പറ്റാവുന്നവരെല്ലാം കാണും. ആണോ? ആ അത് എവിടെ ചെല്ലുന്നതെന്ന് എനിക്കറിയത്തില്ല. എലിക്കുട്ടമ്മയ്ക്ക് അറിയത്തില്ല. ആർക്കും തടസ്സമില്ല. ആ അതൊന്നും എനിക്കറിയത്തില്ല. എലിക്കുട്ടമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഫലമുള്ള ആ അത് തോന്നണം. കഥ ഞാനല്ലല്ലോ അടച്ചേ, എലിക്കുട്ടിയമ്മയല്ലേ അടച്ചേ? എലിക്കുട്ടിയമ്മയല്ലേ അടച്ചേ, ഞാനല്ലല്ലോ. വെട്ട കയറട്ടെ. ആ വെട്ടം കയറിക്കോട്ടെ. കാറ്റ് കയറട്ടെ. ആ കാറ്റ് കയറട്ടെ. ഭയങ്കര ചൂടല്ലേ? ഇതെല്ലാം അടച്ചട്ടെ എലിക്കുട്ടിയമ്മ, ഞങ്ങളല്ല. ഇനിയിപ്പോൾ എത്ര മണിക്കൂറുണ്ട് കിടക്കാൻ? ആ ഇനിയുണ്ട് 5-6 മണിക്കൂറുണ്ട്. 3-4 മണിക്കൂറുണ്ടെന്നേ. എത്രയാ? 3-4 മണിക്കൂറുണ്ട്. 5-6? 3-4 മണിക്കൂറുണ്ട്. അത്രയൊന്നുമില്ല. ഉണ്ടെന്നേ. 2 മണിക്കൂർ കാണേ കൂടുതൽ കാര്യമല്ല. ഉണ്ട്, 2 മണിക്കൂറിൽ കൂടുതലുണ്ട്. 2 മണിക്കൂർ കഴിയുമ്പോൾ വേണേൽ കിടക്കാം, കിടക്കേണ്ടവർക്ക്. ആ കൊന്ത എത്തിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കിടക്ക കലാത്മങ്ങളൊന്നും കൂടായി. ആ കൊന്തയില് വേണോ? കൊന്ത ചെല്ലാൻ പോവാണോ? അതെ, നിങ്ങൾ പോയി ചെല്ലു. ഞങ്ങളിപ്പോൾ ചെല്ലിയല്ല. ഞങ്ങളിപ്പോൾ ചെല്ലിയല്ല. അതെന്നാ? ഞങ്ങൾ സന്ധ്യ ആയിട്ടേ ചെല്ലുള്ളൂ. സന്ധ്യ ആയിട്ടേ ചെല്ലുള്ളൂ. സന്ധ്യയാവുക? സന്ധ്യ ആയി വരുന്നേ ഉള്ളൂ. ചെല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങാൻ തുടങ്ങുമ്പോൾ സന്ധ്യയാവും. ആ ഇച്ചിരി ആകണം. ഇച്ചിരി സന്ധ്യ ആയിട്ടേ ഉള്ളൂ. ആ എലിക്കുട്ടിയമ്മ ചെല്ലിക്കോ. ഇവിടെ നിന്ന് ചെല്ലിക്കോ. കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.